രാജ്യത്തെ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇനി മുതൽ ഏകീകൃത പൊതുപരീക്ഷ. മെഡിക്കൽ ഡെന്റൽ ബിരുദ പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ഏകീകൃത പൊതുപരീക്ഷ നീറ്റ് ഈ വർഷം മുതൽ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. മെയ് 1-നും ജൂലൈ 27-നുമായി 2 ഘട്ടമായി പരീക്ഷ നടത്തും. ന്യൂനപക്ഷ പദവിയുള്ള സ്ഥാപനങ്ങൾക്കും പൊതുപരീക്ഷ ബാധകമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം കേരളത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ വ്യക്തമാക്കി. ഈ അധ്യയന വർഷം മുതൽ രാജ്യത്തെ മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് വഴിയാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. CBSE സമർപ്പിച്ച പരീക്ഷാ സമയക്രമം സുപ്രീംകോടതി അംഗീകരിച്ചു. ഇതുപ്രകാരം 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തും. മെയ് 1-ന് ആദ്യഘട്ടവും ജൂലൈ 24-ന് 2ാം ഘട്ടവും. 2 ഘട്ട പരീക്ഷകളുടെയും ഫലം ഒരുമിച്ച് ഓഗസ്റ്റ് 17-ന് പ്രഖ്യാപിക്കും. സെപ്റ്റംബർ 30-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. ഈ വർഷം തന്നെ പരീക്ഷ നടത്താൻ തയ്യാറാണെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും CBSEയും സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. സങ്കൽപ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന NGOയാണ് ഈ വർഷം തന്നെ പൊതുപരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ ഈ വർഷം തന്നെ പ്രവേശനം നീറ്റ് വഴിയാക്കുന്നതിനെ എതിർത്തു. ന്യൂനപക്ഷ പദവിയുള്ള CMS വെല്ലൂർ ഉൾപ്പെടെയുള്ള ചില സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളും എതിർപ്പ് അറിയിച്ചു. എന്നാൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും നീറ്റ് ബാധകമായിരിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഏകീകൃത പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ തന്നെ നടത്താൻ തീരുമാനമായതോടെ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ നടത്തിയ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം നടത്താനാവില്ല. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് നടത്തിയ പ്രവേശന പരീക്ഷയിൽ തെറ്റില്ല എന്ന് എൻട്രൻസ് കമ്മീഷണർ BS മാവോജി പറഞ്ഞു. സുപ്രീംകോടതി വിധി MBBS, BDS പ്രവേശന പരീക്ഷ എഴുതിയവരെയാണ് ബാധിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു എക്സ്പെർട്ട് ലീഗൽ ഒപ്പീനിയനോടുകൂടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ വെറുതെ ആയി എന്ന് പറയാൻ കഴിയില്ല. കാരണം MBBS, BDS അല്ലാതെ മറ്റ് പല കോഴ്സുകളുമുണ്ട്. ആ കോഴ്സുകൾക്ക് വേണ്ടി ഞങ്ങളുടെ പരീക്ഷയുടെ ഇപ്പോൾ നടത്തിയ പരീക്ഷയുടെ റാങ്കിന് അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും ഈ ഓർഡറുമായിട്ട് ബന്ധമില്ല. ഈ ഓർഡർ പ്രധാനമായും MBBS, BDS എന്നീ കോഴ്സുകളെ മാത്രം ബാധിക്കുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ പരീക്ഷ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ പരീക്ഷ എപ്പോഴും റിസ്ക് തന്നെയാണ്. ആ പരീക്ഷ പൂർണ്ണമായി കഴിഞ്ഞാലേ പരീക്ഷ പൂർണ്ണമായെന്ന് പറയാൻ കഴിയൂ. സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇതിലാണ് ഈ തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരൾച്ചാക്കെടുതി നേരിടുന്നതിന് അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് നടൻ മമ്മൂട്ടി. എറണാകുളം ജില്ലയിൽ രൂക്ഷമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലേക്ക് ഉടൻ കുടിവെള്ളം എത്തിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും യോഗം കൊച്ചിയിൽ ചേർന്നു. ഇതിലാണ് ഈ തീരുമാനമുണ്ടായത്. 5 വർഷം കൊണ്ട് ജില്ലയിലെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പൂർണ്ണമായി പരിഹരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ടതായും മമ്മൂട്ടി അറിയിച്ചു.
സംസ്ഥാനത്ത് വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിലാണ് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്തത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. മട്ടാഞ്ചേരി ഉൾപ്പെടെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലേക്ക് ഉടൻ കുടിവെള്ളം എത്തിക്കാമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. വരൾച്ച നേരിടുന്നതിനും നിരവധി നിർദ്ദേശങ്ങളും ഒപ്പം സഹായങ്ങളും യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ കുളങ്ങളും തടയണകളും കുടിക്കാൻ പ്രാപ്തമാക്കും വിധം ശുചീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ കളക്ടർ രാജമാണിക്യം അറിയിച്ചു. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജില്ലയിലെ കുടിവെള്ളക്ഷാമം 5 വർഷം കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി യോഗശേഷം മമ്മൂട്ടി മാധ്യമങ്ങളെ അറിയിച്ചു. അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ളത് ഇപ്പോൾ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗവൺമെൻറ്റുമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയും വ്യക്തികളും സ്ഥാപനങ്ങളും അതിനുള്ള സഹായങ്ങൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. കുടിവെള്ളം ആവശ്യമുള്ളവർക്കും അവരെ സഹായിക്കാൻ കഴിയുന്നവർക്കും വിളിക്കാനായി 9207000800 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏർപ്പെടുത്തിയതായി മമ്മൂട്ടി അറിയിച്ചു. വരൾച്ചാക്കെടുതി നേരിടാനായി മമ്മൂട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, പ്രൊഫസർ MK സാനു, KR വിശ്വംഭരൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തുടങ്ങി വിവിധ രംഗത്തു നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം. അജ്ഞാതൻ നടത്തിയ ആക്രമണത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 7 പേർക്ക് പൊള്ളലേറ്റു. രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ അജ്ഞാതൻ ദ്രവരൂപത്തിലുള്ള വസ്തു ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ക്വാറി മാഫിയാണെന്നാണ് സൂചന. വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു. രാവിലെ 11 മണിയോടെ ഓവർകോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. വില്ലേജ് ഓഫീസറുടെ മുറിയിൽ പ്രവേശിച്ച അജ്ഞാതൻ സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് ദ്രവരൂപത്തിലുള്ള വസ്തു നിലത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നീട് ഓഫീസിന്റെ മുറി പൂട്ടി ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ, വില്ലേജ് ഓഫീസർ മോഹനൻ, ജീവനക്കാരായ പ്രഭാകരൻ, പുഷ്പം, വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഹോമിയോ ആശുപത്രിയിലെ ജീവനക്കാരായ മിനി, ചിത്രലേഖ, വിജയകുമാരി തുടങ്ങിയവർക്ക് പരിക്കേറ്റു. കരമടയ്ക്കാനെത്തിയ വെള്ളറട സ്വദേശി ഇസഹാക്കിനും പൊള്ളലേറ്റു. ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ തീ പടർന്നതിനാൽ പലരും അകത്തു കുടുങ്ങി. പിന്നിലെ ജനൽ പൊളിച്ചാണ് അകത്തുള്ളവരെ രക്ഷിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തീ അണച്ചത്. പെട്ടെന്ന് ഒരാൾ വന്നൊരു ചെറിയൊരു കാര്യം കാണിച്ചുതരാം, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ ഒരു നല്ല ടോണിലായിരുന്നു. കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് എന്തോ കത്തിച്ചവിടെ ഇട്ടപ്പം പെട്ടെന്ന് തീ ആളി. അതിനകത്ത് വെച്ചാൽ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞു പോകുകയായി. ഇല്ല, അങ്ങനെ ആരെയും സംശയമില്ല. ഇല്ല, അങ്ങനെ ആരുമില്ല. ഇന്നലെ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയിട്ടുണ്ട്. എല്ലാം പക്കയാണ് അതിനകത്ത്. തീപിടുത്തത്തിൽ ഓഫീസിലെ നിരവധി രേഖകൾ കത്തിനശിച്ചു. സംഭവത്തിനു പിന്നിൽ ക്വാറി മാഫിയ ആണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്വാറികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നേരത്തെ ഉടലെടുത്തിരുന്നു. സഹ്യപർവ്വത സംരക്ഷണ സമിതി രക്ഷാധികാരി റസൽ അയ്യൻ കന്നലോബിക്ക് അനുകൂലമായ റിപ്പോർട്ടിന് വേണ്ടി മെനഞ്ഞാന്ന് ഇവിടെ വരികയും വന്ന് ഇവരുമായിട്ട് വഴക്കിടുകയും ചെയ്തിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും അക്രമി ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ മാനനഷ്ട കേസ് നൽകി. ഉമ്മൻചാണ്ടിക്കെതിരെ 31 അഴിമതി കേസുകളുണ്ടെന്ന് പ്രസംഗിച്ചുവെന്നാരോപിച്ചാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിൽ പരാതി നൽകിയത്. അതേസമയം തന്റെ കപട മനസാക്ഷിയെ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി കേസ് നൽകിയതെന്ന് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. അഴിമതിക്കെതിരായി പ്രതികരിക്കുന്ന തന്റെ നാവിന് തടയിടാമെന്ന് കരുതുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും VS പ്രതികരിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയുടെ വെക്കേഷൻ ബെഞ്ചാണ് മുഖ്യമന്ത്രി നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കുക. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ VS നടത്തിയ പ്രസംഗം അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി. VS മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. മുഖ്യമന്ത്രി 31 അഴിമതി കേസുകളും മന്ത്രിസഭാംഗങ്ങൾ മൊത്തം 136 കേസുകളും നേരിടുന്നുവെന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ പറയുന്നു. കപട മനസാക്ഷിയെ സംരക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് VS തിരിച്ചടിച്ചു. പ്രസംഗം തടയണമെന്നാവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാതി അപഹാസ്യവും ഒളിച്ചോട്ടവുമാണ്. സർക്കാരിന്റെ അഴിമതി തുറന്നുകാട്ടുക പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. നാവ് ബന്ധിക്കാമെന്ന് കരുതുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെൽ കർഷകരോട് കൊടും ക്രൂരത. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 300,48 ലക്ഷം രൂപ. 1,27,000 കർഷകരിൽ 3.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടാനുള്ളവരുണ്ട്. പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവർ പോലും പണം കിട്ടാനുള്ളവരിൽ ഉൾപ്പെടുന്നുണ്ട്.
ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 3,48,67,67,000 രൂപയാണ് നെൽകർഷകർക്ക് കിട്ടാനുള്ളത്. 1,27,000 കർഷകർ പണം പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 41,470 കർഷകർക്കായി 105,60,00,000 രൂപ കുടിശ്ശികയാണ്. കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ 84,85,00,000 രൂപയാണ് കുടിശ്ശിക. മറ്റു ജില്ലകളിൽ കുടിശ്ശിക ഇങ്ങനെ: എറണാകുളം 3,13,00,000, കോട്ടയം 34,09,00,000, പത്തനംതിട്ട 6,99,00,000, തൃശൂർ 52,60,00,000, വയനാട് 2,76,00,000. പണം കിട്ടാനുള്ളതിൽ ഭൂരിഭാഗവും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവരാണ്. കാര്യം വെച്ചാൽ കാർഷിക വായ്പ എടുത്ത് ജപ്തി നടപടിയാണ് 6 വരെ വന്ന്. ഇപ്പം വലിയ താമസമില്ല, പല ജില്ലയിലും കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വരെ വന്നിരിക്കുക. അത്ര കണ്ട് ബുദ്ധിമുട്ടി കഴിയുക. വെച്ചാൽ സ്വന്തം മക്കളുടെ ഭാര്യമാരുടെയും മക്കളുടെയും സ്വർണം വരെ പണയം വെച്ച് 100 രൂപയ്ക്ക് 5 രൂപ പലിശയ്ക്ക് വരെ കാർഷിക മേഖല കൃഷി ഇറക്കുന്നത്. ക്വിന്റലിന് 2,150 രൂപയ്ക്കാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 1,410 രൂപ കേന്ദ്രവിഹിതമാണ്. കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ട്. 740 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് കുടിശ്ശികയായത്. വൻ തുക കുടിശ്ശികയായത് കർഷകരെ തീർത്തും ദുരിതത്തിലാഴ്ത്തുന്നു. MR സജേഷ്, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി കോടതി അടുത്ത ആഴ്ച പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഭഗത് സിംഗ് വിവാദങ്ങളിൽ രാജ്യസഭയിൽ ബഹളം. ഭഗത് സിംഗിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ദില്ലി സർവകലാശാലയിലെ പാഠപുസ്തകം തിരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് അറിവുള്ളതെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭയിൽ വൻ ബഹളമുണ്ടായി. സ്വാമി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും കുറ്റപ്പെടുത്തി. പ്രസ്താവന സഭാ നടപടികളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. രാജ്യസഭ എംപിഐ സ്ഥാനമേറ്റ 2ാം ദിവസവും പ്രകോപന പ്രസ്താവനകൾ നടത്തിയ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെയായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഇന്നലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്താവന സഭയിലേറെ ബഹളമുണ്ടാക്കിയിരുന്നു. ഇന്ന് ഭഗത് സിംഗ് വിവാദത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശദീകരണമായിരുന്നു പ്രതിഷേധത്തിനിടയാക്കിയത്. ഭഗത് സിംഗിനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന സർവകലാശാലയിലെ പുസ്തകം മാനവവിഭവശേഷി മന്ത്രാലയം ഇടപെട്ട് തിരുത്തണമെന്ന് സമാജ്വാദി ആവശ്യപ്പെട്ടു. കൂടാതെ അലിഗഡ് സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞ SP നേതാവ് KC ത്യാഗി സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരും പരാമർശിച്ചു. ഇതിൽ വിശദീകരണവുമായി എഴുന്നേറ്റ സ്വാമിയെ കോൺഗ്രസ് അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് എംപിമാർക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അറിയില്ലെന്നും ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ച് മാത്രമാണ് അറിവുള്ളതെന്നും സ്വാമി കളിയാക്കി. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയാണ് സ്വാമിയെന്ന ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തെരുവിലെ ഭാഷയാണ് സുബ്രഹ്മണ്യ സ്വാമി പാർലമെന്റിൽ ഉപയോഗിക്കുന്നതെന്ന് ഗുലാം നബിയും പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ മറ്റൊരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ പ്രസ്താവന സ്പീക്കർ സഭാരേഖകളിൽ നിന്നും നീക്കി. അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമിയെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും ശാസിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെ, ജ്യോതിരാജ സിന്ധ്യ എന്നിവർ നോട്ടീസ് നൽകി. വിവാദത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. സംഭവത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് AK ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി. മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും സംഭവത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പിണറായി പറഞ്ഞു. കരച്ചിലടങ്ങാത്ത റിസ്റ്റിയുടെ വീട്ടിൽ പിണറായിയുടെ സന്ദർശനം സാന്ത്വനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് നാടിന് നടുക്കിയ ദുരന്തത്തിൽ തന്റെ അനുശോചനം അറിയിക്കാനും റിസ്റ്റിയുടെ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കാനുമായി പിണറായി വിജയൻ എത്തിയത്. റിസ്റ്റിയുടെ പിതാവ് ജോൺ, അമ്മ ലിനി, സഹോദരൻ ഏബിൾ ജോൺ എന്നിവരോടൊപ്പം അല്പസമയം ചിലവിട്ടാണ് പിണറായി മടങ്ങിയത്. സംഭവം നടന്നിട്ടും ഈ മേഖലയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ അവരെ നിർവീര്യമാക്കുന്നുണ്ടോ? ഇതിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുള്ളതാണല്ലോ. എന്താണ് അത്തരത്തിൽ ഇടപെടാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത്? ഇവിടെ വന്നുപോയ മുഖ്യമന്ത്രിക്കും ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷവും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിൽ നിന്ന്
ഒട്ടേറെ സംശയങ്ങളും ഉയരുന്നൊരു സംഭവമാണിത്. CPM ജില്ലാ സെക്രട്ടറി പി രാജീവ്, എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവരും പിണറായിയെ അനുഗമിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് മയക്കുമരുന്നിനടിമയായ അയൽവാസി അജി ദേവസി റിസ്റ്റിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പിണറായി വിജയന്റെ ജീവചരിത്രം വരച്ചുകാട്ടുന്ന ഡോക്യുമെന്ററിയുടെ CD പ്രകാശനവും പ്രദർശനവും കൊച്ചിയിൽ നടന്നു. പിണറായിയുടെ സാന്നിധ്യത്തിൽ പ്രൊഫസർ MK സാനു സംവിധായകൻ രഞ്ജിത്തിന് നൽകിയാണ് CD-യുടെ പ്രകാശനം നിർവഹിച്ചത്. കേരള ചരിത്രത്തിൽ EMS-നെ പോലെ ദിശാബോധം നൽകുന്ന വ്യക്തിത്വമാണ് പിണറായിയുടേതെന്ന് പ്രൊഫസർ MK സാനു അഭിപ്രായപ്പെട്ടു. പിണറായി വിജയന്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സമര പോരാട്ടങ്ങളും നേതൃപാടവവും ഭരണമികവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലൂടെയും നാട്ടുകാരിലൂടെയും അവതരിപ്പിക്കുന്ന രീതിയിലാണ് KR സുഭാഷ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. യുവതയോട് അറിയണം പിണറായിയെ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം പ്രൊഫസർ MK സാനു സംവിധായകൻ രഞ്ജിത്തിന് നൽകി നിർവഹിച്ചു. സമസ്ത മേഖലയിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന മനസ്സിന്റെ തുടിപ്പ് പിണറായിയുടെ പ്രസംഗത്തിൽ കാണാറുണ്ടെന്ന് പ്രൊഫസർ MK സാനു പറഞ്ഞു. പോലെ തന്നെ പല നിലകളിലും കേരള ചരിത്രത്തിൽ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പിണറായിയുടേത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ഉൾക്കാഴ്ചയുള്ള ഭരണാധികാരിയെ കൂടി അനുഭവിക്കാൻ കേരള ജനതയ്ക്ക് കഴിയട്ടെ എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിവുറ്റ, ഉൾക്കാഴ്ചയുള്ള, ദർശനം സൂക്ഷിക്കുന്ന ഒരു മികച്ച ഭരണാധികാരിയെ കൂടി അനുഭവിക്കാനും അറിയുവാനും കേരളത്തിന് കഴിയും. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും കപടമായി പുഞ്ചിരിക്കുന്ന സ്വഭാവക്കാരനല്ല പിണറായി വിജയനെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കപടമായി പുഞ്ചിരിക്കാറില്ല എന്നുള്ളതാണ് സഖാവിനെ വേറിട്ട് നിർത്തുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ഡോക്ടർ CK രാമചന്ദ്രൻ, M അനിൽകുമാർ, നടൻ ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ 28ാം വിവാഹ വാർഷികമാണ് ഇന്ന്. വിവാഹനാളിൽ ഭാര്യ സുചിത്രയ്ക്കൊപ്പം വിയറ്റ്നാമിൽ നിന്നുള്ള ചിത്രവും വീഡിയോയും കാണാം. ഇവൾ വരുമ്പോ കവിളിൽ മാറി ചാർത്തും തുളസിമാല. സർക്കാരിലെ അഴിമതിക്കെതിരെ കോൺഗ്രസ് നേതാവ് AK ആന്റണി രംഗത്ത് വന്നത് കഴിഞ്ഞ മെയ്യിലാണ്. സമസ്ത മേഖലയിലും അഴിമതി കൊടികുത്തി വാഴുകയാണെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടിയിരുന്നു. അഴിമതിക്കെതിരെ പ്രസംഗം പോരാ, പ്രവൃത്തി വേണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആന്റണിയുടെ ഈ വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. മിക്കവാറും എല്ലാ മേഖലയിലും അഴിമതി ഇന്ന് കൂടുതലുണ്ട്. സർക്കാർ മേഖലയിലുണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്, കോളേജ് അധ്യാപക നിയമനത്തിലുണ്ട്, വിദ്യാർത്ഥി പ്രവേശനത്തിലുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും കാശ് കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഏതൊക്കെ ഒരു മേഖലയെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വല്ലാത്തൊരു ശാപമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും അഴിമതി കുറയുന്നതിന് പോലെ കൂടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതെല്ലാവരും കൂടെ അത് മനസ്സിലാക്കി അതിനെതിരായിട്ട് വാക്കുകളല്ല, പ്രസംഗങ്ങളല്ല, ആത്മാർത്ഥമായ നടപടിയാണ് വേണ്ടതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ.